ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ അകത്തൊരു ആകാശത്തിൻ്റെ ഇമേജ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ഇമേജും കൂടെ ഇതിൻ്റെ അകത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. നമുക്ക് ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് നിന്നും ഒരു ഇമേജും കൂടെ എടുക്കാം. ഈ ഒരു ഇമേജും കൂടെ എടുത്തേ. ഓക്കെ, ഇപ്പോൾ രണ്ടും എന്താണ്, രണ്ട് ഇമേജാണ് അല്ലേ? അപ്പോൾ പക്ഷേ ഏകദേശം കളർ മാച്ചിങ് അല്ലേ രണ്ടും? അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ് ലെയർ. ഓക്കെ, ഇതിന് ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇത് രണ്ടും തമ്മിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എഡിറ്റിൻ്റെ അകത്ത് ഓട്ടോ ബ്ലെൻഡ് ലെയേഴ്സ്, എഡിറ്റിൻ്റെ അകത്ത് ഓട്ടോ ബ്ലെൻഡ് ലെയേഴ്സ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കളർ ടോൺ ഏകദേശം സിമിലർ ആയിരിക്കണം. രണ്ടും സെലക്ട് ചെയ്യുക, എഡിറ്റിൻ്റെ അകത്ത് ഓട്ടോ ബ്ലെൻഡ് ലെയേഴ്സ്, അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ വരുന്നത് പനോരമ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും. അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റഡും ആയിരിക്കും. ഓക്കെ, ഏതൊക്കെയാണ്? സീംലെസ് ടോൺസ് ആൻഡ് കളേഴ്സും, അതുപോലെ എന്താണ് ഇതിൻ്റെ അകത്ത് കണ്ടൻറ് അവെയർ ഫിൽ ട്രാൻസ്പാരൻ്റ് ഏരിയ. അപ്പോൾ ഇത് രണ്ടും മോസ്റ്റ്ലി അത് കോമൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. എഡിറ്റിൻ്റെ അകത്ത് ഓട്ടോ ബ്ലെൻഡ് ലെയേഴ്സ്, അതിൻ്റെ അകത്ത് സ്റ്റാക്ക്ഡ് ഇമേജ് ആക്കുക. പനോരമ ആക്കാൻ പാടില്ല, ഏതാണ്? സ്റ്റാക്ക്ഡ് ഇമേജ്. ബാക്കി രണ്ടെണ്ണം അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിരിക്കും. ഞാൻ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇത് രണ്ടും ഒറ്റ ഇതായിട്ട് ബ്ലെൻഡായി, കണ്ടോ? പക്ഷെ ഒരു ഇതായിരിക്കണം. ഒന്നുകൂടെ പറയാം. ജസ്റ്റ് ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തു, എഡിറ്റിൻ്റെ അകത്ത് ഓട്ടോ ബ്ലെൻഡ് ലെയേഴ്സ് എടുക്കുന്നു, സ്റ്റാക്ക് ഇമേജസ് ആയിരിക്കണം, പനോരമ അല്ല. ഓക്കെ കൊടുക്കുക, കണ്ടോ? അത് രണ്ടും മാച്ച് ചെയ്തു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏകദേശം രണ്ട് സിമിലർ പിക്ചർ ആയതുകൊണ്ടാണ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആയത്, അല്ലെങ്കിൽ ഇത് മാച്ച് ആവില്ല, ഉണ്ടല്ലോ. ഓക്കെ, അടുത്ത് നമുക്ക് മോർഫിങ് നോക്കാം. മോർഫിങ്. ഓക്കെ, ഈ ഒരു ഫോട്ടോ ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, നമുക്ക് വേറൊരു ഫോട്ടോ വെച്ചിട്ട് മോർഫ് ചെയ്യാം. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്തു, ഇതിൻ്റെ അകത്ത് നമുക്ക് വേറൊരു ഫോട്ടോ വയ്ക്കാം. എന്നിട്ടിതാ ഈ ഒരു ഫോട്ടോ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളതിൽ രണ്ട് ഫോട്ടോ ഉണ്ട്. രണ്ടിനും ഞാൻ ലോക്ക് മാറ്റി. ഈ മമ്മൂട്ടിയുടെ ഫോട്ടോ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൺവേർട്ട് ടു സ്മാർട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, റാസ്റ്ററൈസ് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സെയിം സെയിം പ്രോപ്പർട്ടി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഹൈഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ട് ഇവിടെ നിന്ന് ലാസോ ടൂൾ എടുത്തിട്ട് സ്വല്പം കൂടെ സൂം ചെയ്തിട്ട് നല്ലവണ്ണം കട്ട് ചെയ്യണം ഈ ഏരിയ. കൂടുതൽ ഏരിയ വേണ്ട, കുറച്ച് ഏരിയ മതി. ഇങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, എന്നിട്ട് ഇത്രയും ഭാഗം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, സെലക്ട് ചെയ്യുക, ഡിലീറ്റ്. ഓക്കെ, ഡിലീറ്റായി. അതിനുശേഷം നമ്മളെ കയ്യിൽ ഈ ഒരു പിക്ചറുണ്ട്. ഈ പിക്ചറിനെയും സെയിം തന്നെയാണ് ഞാനിതിനെ സ്കെയിൽ ചെയ്ത് വെച്ചിട്ട്, ഇപ്പോൾ രണ്ടും നിങ്ങൾ കാണാൻ പറയാൻ വരും. സ്കിൻ ടോൺ വേറെയാണ്, അത് നമുക്ക് സിമിലർ ആക്കാം. പക്ഷെ അവിടെ എങ്ങനെയാണോ സെലക്ട് ചെയ്ത് ഏകദേശം അതുപോലെ തന്നെ ഇവിടെയും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ച് കൊടുത്തു. എന്ത് ചെയ്തു, Ctrl+C. ഓക്കെ, എന്നിട്ട് ഇതങ്ങ് ഹൈഡ് ചെയ്യുന്നു. Ctrl+D അടിച്ചിട്ട് അതിനങ്ങ് ഹൈഡ് ചെയ്തു. ഒരു പുതിയ ലെയർ എടുക്കുക. അതായത് ഇവിടെ നിന്ന് കട്ട് ചെയ്തു, ഈ ലെയർ ഒന്ന് കോപ്പി ചെയ്തു, എന്നിട്ട് പുതിയ ലെയർ എടുത്തിട്ട് Ctrl+V അടിക്കുക. സോറി, നമ്മൾ നേരത്തെ എടുത്ത് കറക്റ്റായിട്ട് കോപ്പി ആയിട്ടുണ്ടോ എന്ന് ഒന്നും കൂടെ നോക്കാം. പേസ്റ്റ് ചെയ്യുമ്പോഴേ ഇല്ല, കറക്റ്റായിട്ടില്ല, കോപ്പി ആയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് എടുക്കാം. ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്ത് ആ ലെയർ നോക്കിക്കോണം, ആ ലെയറും തന്നെയാണ് കോപ്പി ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. സെലക്ട് ചെയ്യുക, Ctrl+C ആൻഡ് Ctrl+D. ഇവിടെ സെലക്ട് ചെയ്യുക, ഇത് ഹൈഡ് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. ഇനി നമ്മൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ തല ഈ ഭാഗത്തേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. സോ നമുക്ക് സ്വല്പം ഇങ്ങനെ മൂവ് ചെയ്യാം, എന്നിട്ട് അങ്ങ് ചെറുതാക്കിയിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സ്വല്പം കൂടെ ഒന്ന് മൂവ് ചെയ്യുക. ഓക്കെ, അത് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് തന്നെ ഡ്രാഗ് ചെയ്യണേ.
ഓക്കെ, തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിൽ നമുക്ക് എങ്ങനെയായിട്ട് അത് വർക്ക് ചെയ്യണതെന്ന് നമുക്കൊന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. സോ ഇത് വേണ്ട, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇതും കൂടെ സെലക്ട് ചെയ്യുക. നേരത്തെ സെയിം ഓപ്ഷൻ എഡിറ്റ്, അതിൻ്റെ അകത്ത് ഓട്ടോ ബ്ലെൻഡ് ലെയേഴ്സ്, അതിൻ്റെ അകത്ത് ഏത് കൊടുക്കുക, സ്റ്റാക്ക് ഇമേജസിൻ്റെ അകത്ത് ഓക്കെ എടുത്ത് നോക്കാം. ഓക്കെ, Ctrl D അടിച്ചു. ഇത് ഏകദേശം ആയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താണ് ഈ ഭാഗത്തുള്ള ഒരു ഏരിയക്കകത്താണ് പ്രശ്നം. കണ്ട, ഒരു കളർ ടോണിനാണ് പ്രശ്നം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും. അത് കുറച്ച് പണിയെടുക്കേണ്ടി വരും. കുറേ സമയം ഇരുന്നിട്ട് ഇതൊക്കെ കറക്റ്റ് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ഞാൻ ഈ ഒരു പിക്ചറും നമ്മുടെ ഒറിജിനൽ പിക്ചർ എടുക്കാം. ഓക്കെ, ഒറിജിനൽ പിക്ചർ എന്ന് പറയുന്നത് ഏതാ? ഇതൊക്കെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മെർജിൽ ലെയർ. അതിന് ഡൗട്ടില്ലല്ലോ, ഇതാണ് നമ്മുടെ ഒറിജിനൽ ലെയർ. ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, എന്നിട്ട് നമുക്ക് മോഹൻലാലിൻ്റെ ഒരു പടവും കൂടെ ഒന്നും കൂടെ ഇമ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫയൽ ഓപ്പൺ ചെയ്യുക, ഓപ്പൺ, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇമ്പോർട്ട് മീൻസ് പ്ലേസ് ലിങ്ക്ഡ് തന്നെ ചെയ്യാം. നമുക്ക് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതെവിടെ കൊണ്ടുവച്ചേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ലെയറും ഇതും ഉണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. ഇതിനെ മാച്ച് ചെയ്യാൻ മീൻസ് എന്താണ്, കളറാണ് എനിക്ക് മാച്ച് ചെയ്യാനുള്ളത്. സോ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ റാസ്റ്ററൈസ് ലെയർ. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഏതാണ് മെർജ് ചെയ്തിരിക്കുന്ന ലെയർ സെലക്ട് ചെയ്യാം. ആക്ച്വലി എനിക്ക് ഈ ഒരു മോഹൻലാലിൻ്റെ പിക്ചർ ഇതിലോട്ട് വേണം കംപ്ലീറ്റ് ആയിട്ട് മെർജ് ചെയ്ത് കൊണ്ടുവരാൻ. സോ അപ്പോൾ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഏതാണ് മാച്ച് കളർ. അതിൽ ക്ലിക്ക് ചെയ്യുക. സോഴ്സ് ഏതാണ്, ഡെസ്റ്റിനേഷൻ ഇത് ഏതാണെന്നുള്ള കാര്യം ഞാനപ്പോൾ N കൊടുക്കുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് മെർജ്ഡ് ലെയർ കൊടുക്കാം. ലെയർ 1 കണ്ടോ, ഇതിപ്പോൾ കൊടുത്തപ്പം നമുക്ക് ഈ N നണ്ണാക്കിയിട്ടും അപ്ലൈ ആവുന്നില്ല. കാരണം എന്താണ്, നമ്മൾ ഇതിലാണ് സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി നമുക്ക് ഏതിലോട്ടാണ് കളർ വേണ്ടത് അതിലൊന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ഏതാണ് മാച്ച് കളർ സെലക്ട് ചെയ്യുക. N അത് താഴെയാണ് ഇരിക്കുന്നത്. ഇത് ഈ ഒരു ഇതും ഞാൻ ഓക്കെ എടുത്ത് നോക്കാം. അപ്പോൾ നമുക്കത് കാണാൻ പറ്റണം. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ചെയ്യാം. ഒന്നും കൂടെ ഇത് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ഇതിനെ മുകളിലിടാം. ഓക്കെ, എന്നിട്ട് ഇത് സെലക്ട് ചെയ്തു. എഡിറ്റിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് മാച്ച് കളർ ഇത് എന്നും ആക്കി ഇതിനെ ഏതാണെന്ന് പറഞ്ഞാൽ അതിലേക്ക് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് ലെയർ 0, ലെയർ 1 എന്നിട്ട് നമുക്ക് പതുക്കെ ലൂമിനൻസും കാര്യങ്ങളെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. നമുക്ക് കുറച്ച് ഈ ഒരു ഏരിയക്കകത്ത് ഞാൻ പറയുന്നില്ല 100% ആയി എന്നുള്ളത് കേട്ടോ. ആ ഏരിയക്കകത്ത് നമ്മൾ കുറച്ചും കൂടെയൊക്കെ ട്വീക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കളറിൻ്റെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളും എല്ലാം ഒന്ന് മാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫെയ്ഡ്, അതേപോലെ ന്യൂട്രലാക്കണമെങ്കിൽ ന്യൂട്രലാക്കാം. പിന്നെ ഫെയ്ഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു ഭാഗം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ജസ്റ്റ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഏരിയ മാത്രം നമുക്ക് പിക്ക് ചെയ്തിട്ട് ആ ഒരു കളർ അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ന്യൂട്രലൈസ് കൊടുത്താൽ ന്യൂട്രലൈസ് ആവും. അല്ല, നിങ്ങൾ കളർ ഇൻറ്റൻസിറ്റിയാണ് കൂട്ടേണ്ടെങ്കിൽ കളറിൻ്റെ ഇൻറ്റൻസിറ്റി സ്വല്പം ഒന്ന് കൂട്ടുക. എന്നിട്ട് ലൂമിനൻസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ലൂമിനൻസ് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഈ ഭാഗമാണ് നമുക്ക് പോയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാച്ച് ടൂൾ എടുത്തിട്ട് ഇവിടെ നിന്ന് പാച്ച് ചെയ്ത് കൊടുക്കുക. ഡെസ്റ്റിനേഷൻ ആക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് പിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുക്കുന്നു. കണ്ടോ, വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ പിക്ക് ചെയ്യുന്നു. ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഇല്ല, ഗൗതത്തിന് ഒറിജിനലായിട്ട് ഇന്ന് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഗൗതം വന്നില്ല.
ഞാൻ എല്ലാ ദിവസവും തിയറിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇരുത്തിയാൽ മതി. എല്ലാ ദിവസവും ഇരുത്താം വരാം. വരാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുത്തേ. അതേപോലെ എന്ത് ചെയ്യുക, അത് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട പ്രോസസ്സാണ്. കണ്ടോ, എന്നിട്ട് വീണ്ടും ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും ആ ഒരു ഏരിയക്കകത്ത് വെച്ച് കൊടുക്കുക. കണ്ടോ, ഈ ഒരു ഏരിയക്കകത്താണ് വീണ്ടും മിസ്സിങ് ഉള്ളത്. ഈ ഏരിയ സെലക്ട് ചെയ്യുന്നു, ഇതിനെ ഈ ഏരിയക്കകത്ത് വെച്ച് കൊടുക്കുക, ഈ ഏരിയ സെലക്ട് ചെയ്യുക. ഓക്കെ, ഡെസ്റ്റിനേഷൻ തന്നെ കൊടുക്കണേ, ഡെസ്റ്റിനേഷൻ ആയിരിക്കും നല്ലത് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. സെലക്ട് ചെയ്യുക, കൺട്രോൾ ഡി. വീണ്ടും ഞാൻ പാച്ച് ടൂൾ തന്നെ എടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്ത് ഇവിടെ വയ്ക്കുന്നു, വീണ്ടും സെലക്ട് ചെയ്യുക. ഓക്കെ, അത് നിങ്ങളുടെ ഇതനുസരിച്ച്, പക്ഷെ കറക്റ്റ് ആ ഒരു വര പോലെ ആയിരിക്കണം ഇവിടെ നിന്ന് ഇങ്ങനെ താടി വരുന്നത്. അതുപോലെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. ഇവിടെ ചെറിയ പ്രശ്നമുണ്ടേ, കണ്ടോ, ഈ ഏരിയക്കകത്തൊക്കെ സ്വല്പം പ്രശ്നമുണ്ട്. അതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്തോണം. നമുക്ക് ആ റിയലിസ്റ്റിക് ഫീൽ തന്നെ കൊണ്ടുവരണം. കൺട്രോൾ ഡി അടിച്ചു. ഓക്കെ, ഇപ്പം ആ ഒരു താടിയുടെ ആ ഒരു പ്രശ്നം തീർന്നു. ഇനി ഇതാ ഈ ഒരു ഭാഗത്താണ് അടുത്ത പ്രശ്നമുള്ളത്. ഈ ഒരു ഭാഗത്ത് അവിടെ നമുക്ക് ഇതിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുക, മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക, മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇവിടെയും കൺട്രോൾ ഡി അടിക്കുന്നു, വീണ്ടും ഇവിടെ സെലക്ട് ചെയ്ത് ഈ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗത്തെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഭാഗത്ത് സ്വല്പം കയറിപ്പോയി. ഓക്കെ, വീണ്ടും ഇത് സെലക്ട് ചെയ്യുന്നു, ഇവിടെ വെച്ച് കൊടുക്കുക, സെലക്ട് ചെയ്യുന്നു, ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതിന് കൺട്രോൾ മൈനസ് അടിച്ചു. ഓക്കെ, ഏകദേശം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചും കൂടെ സമയം ഇരിക്കണം, ഇരുന്നാലും എന്തായാലും അത്ര 100% ആ ഒരു സംഭവം നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിപ്പം നമ്മളെ കയ്യിൽ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്കിതാ ഇവിടെ ലാസോ ടൂളുണ്ട്, ലാസോ ടൂൾ എടുത്തിട്ട് നമ്മളിതാ ഇവിടെ നിന്ന് ഹെയർ മാത്രം അങ്ങ് സെലക്ട് ചെയ്യുക. ഹെയർ മൊത്തം സെലക്ട് ചെയ്തിട്ട് നോക്കി ഇങ്ങനെ വന്നു. എന്നിട്ട് നമുക്ക് ഒരു ഹെയർ സ്റ്റൈൽ പറഞ്ഞേ, എന്തെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ പറഞ്ഞേ. അല്ല, ടൈപ്പ് ചെയ്ത് കാര്യമില്ല, ഇതിൻ്റെ വേറെ വെർഷൻസ് വന്നുകൊണ്ടിരിക്കും. ഇനി ഞാൻ തന്നെ സെർച്ച് ചെയ്യേണ്ടി വരും. ഹെയർ സ്റ്റൈൽ നെയിംസ്. ഇതുണ്ട്, അതിൻ്റെ അകത്ത് ഒരുപാട് ഇത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കോപ്പി ചെയ്തേ, ഇത് വരുമെന്ന് അറിഞ്ഞുകൂടാ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ സി അടിച്ചിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഹെയർ സ്റ്റൈൽ ഇതാ ഉണ്ടോ. നമ്മൾ ആ പേര് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പക്ക സംഭവം നമുക്ക് കിട്ടും. കണ്ടോ, പിടികിട്ടിയ സംഭവം എന്താണെന്ന്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ആദ്യമായിട്ട് ഞാൻ ഒരു മോഹൻലാലിൻ്റെ ഫോട്ടോ എടുത്തു, എന്നിട്ട് മമ്മൂട്ടിയുടെ ഫോട്ടോ കട്ട് ചെയ്തു, എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ മെർജ് ചെയ്തിട്ട് ഒറ്റ ലെയറിലാക്കി. ഓക്കെ, അതിനുശേഷം ഞാനൊരു ഹെയർ സ്റ്റൈലും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്തു. സംഭവം മനസ്സിലായി എന്താണെന്ന്. ഓക്കെ, ഇതിനകത്ത് ഈ 3 വേരിയേഷൻസ് ഇപ്പോൾ ഉള്ളു കേട്ടോ. വേറെ ഏതെങ്കിലും ജനറേറ്റ് ചെയ്യണമെങ്കിൽ ജനറേറ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ കണ്ടോ, അത് പ്ലേസ്മെൻറ്റ് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഇതിൽ കറക്റ്റായിട്ട് ഇരിക്കാത്തത്. പിന്നെ നമ്മൾ ഓൾറെഡി അത് കട്ടും ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ഷേപ്പിനനുസരിച്ചല്ല അത് വന്നിരിക്കുന്നത്. ചെറിയൊരു പ്രശ്നമുണ്ട് അതിൽ. ഇതാ
കാരണം ആ വരയുണ്ടല്ലോ നമ്മൾ സെലക്ട് ചെയ്തില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നമുള്ളത്. സ്വല്പം സ്കെയിൽ ചെയ്ത് നമ്മൾ ഇതിൽ ബ്ലെൻഡ് ചെയ്താലും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. മോർഫിൻ പിടിയിട്ടില്ല എന്താണെന്ന്. നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ മോർഫ് ചെയ്യാം. പിടികിട്ടിയോ ഇത് രണ്ടും? അടുത്ത് എഴുതിക്കോ പനോരമ. പനോരമ